വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരെ നിങ്ങൾ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പാസ്സായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. ബട്ട് നമ്മൾ പറയുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പാസ്സാകാൻ സാധിക്കും. എങ്ങനെ? സോ നമുക്കറിയാം പാസ് മാർക്ക് 35 ആണ്. സോ അതിൽ 10 മാർക്കെങ്കിലും മിനിമം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇന്റേണല് അത് MCQ വെച്ചിട്ടാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് റെഗുലർ സ്റ്റുഡൻസിന് കിട്ടുന്നതാവട്ടെ, അത് മേടിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഒരു 25 മാർക്ക് മേടിക്കാൻ എങ്ങനെ പോസിബിൾ ആകും? സോ ഇവിടെ നമ്മൾ എസ്സേയുടെ പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ 4 essay ചോദ്യങ്ങൾ വരുന്നു. അതിൽ 2 ആൻസർ ചെയ്താൽ മതി. സോ നമുക്ക് 4 essay ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് കണ്ടുവരാറ്. സോ ഈ 4 essay ചോദ്യങ്ങൾ 4 ഹെഡ്സിൽ നിന്നാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ഈ 4 ഹെഡ്സിലെ ഏറ്റവും ഈസിയസ്റ്റ് ആയുള്ള 2 ഹെഡ്സ് ആണ് ഈ പറയുന്ന HP-യും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ മൊത്തം കാര്യങ്ങളൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾ ഈ HP-യും ക്യാപിറ്റൽ ഗെയിനും ഈ 2 ഹെഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോമാറ്റ് പഠിച്ചാൽ തന്നെ എങ്ങനെയാണ് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. HP-ക്ക് ജസ്റ്റ് ഒരു ഫോമാറ്റ്, ആ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ട് അതിൽ നിന്ന് അല്ലേ ഡിഡക്ട് ചെയ്യാനുള്ളത് ഡിഡക്ട് ചെയ്യുന്നു, ആനുവൽ വാല്യൂ, പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, കുറച്ച് കാര്യങ്ങളുള്ളൂ. വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് അല്ല HP. ജസ്റ്റ് ഒരു ഫോമാറ്റ്. HP ഒക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങണമല്ലോ എങ്കിലും നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഹെഡാണ് HP എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫോമാറ്റ്, ആ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഏത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താ, വിറ്റ വിലയിൽ നിന്ന് മേടിച്ച വില കുറയ്ക്കുന്നു. ഇൻഡെക്സേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സംഷൻസ്, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യണം. അധികം സമയം വേണ്ട. ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എസ്സേ കിട്ടണമെങ്കിൽ 4 എണ്ണത്തിൽ 2 എണ്ണം കിട്ടാൻ ഒരു പാടുമില്ല. നിങ്ങൾ ഈ HP-യും ക്യാപിറ്റൽ ഗെയിനും തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടും. പിന്നെ സാലറി കമ്പൽസറി ആണ്. നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി തന്നെ അറ്റൻഡ് ചെയ്യുക. എന്തായാലും ഒരു പ്രോബ്ലം സാലറിയിൽ നിന്ന് വരും. പിന്നെ തിയറിയാണ്. തിയറി ക്യാപിറ്റൽ ഗെയിനിന്ന് ട്രാൻസ്ഫറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ചോദ്യം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എക്സംപ്റ്റഡ് ഇൻകംസ് ഏതെങ്കിലും എഴുതാൻ വേണ്ടിയുള്ള തിയറി വരുന്നുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് തിയറി ഒരെണ്ണം വരും, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോബ്ലംസും. അപ്പോൾ നമ്മൾ സാലറിയിൽ നിന്ന് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു, HP ക്യാപിറ്റൽ ഗെയിൻ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ്റെ തിയറി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലമായിട്ട് ഈ പറയുന്ന PGBP-യിൽ നിന്ന് ഇൻകം ഫ്രം ബിസിനസ് ആണ് പിന്നെ കണ്ടുവരാറ്. ഈ ട്രാൻസ്ഫറിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി അല്ലാണ്ട് പിന്നെ എക്സംപ്റ്റഡ് ഇൻകംസിന്റെ തിയറി, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ തിയറി, ഇതൊക്കെയാണ് പിന്നെ തിയറിക്ക് കണ്ടുവരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾ എസ്സേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവന്ന് പഠിച്ചവരാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ കവർ ചെയ്യുക. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഞാൻ മിനിമം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ ആ ഏരിയാസ് നോക്കുക. ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എസ്സേ പാർട്ടിൽ നിന്ന് 2 എണ്ണം കൂടിയിട്ട് ഒരു 10 മാർക്ക് കിട്ടാൻ അധികം പാടില്ല. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെ എസ്സേയിൽ നിന്ന് നമുക്കൊരു 10 മാർക്കും പിന്നെ ഈ പാർട്ട് എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നതാണ്. 15 ചോദ്യങ്ങളിൽ നിന്ന് 5-6 കിട്ടാൻ ഒരു പാടില്ല. മൊത്തം റിപ്പീറ്റ് തിയറി ചോദ്യങ്ങളാ.
നിങ്ങൾ മൊത്തം 5 ഹെഡ്സും പഠിച്ചു കഴിയാത്തവരാണെങ്കിലും നോ പ്രോബ്ലം, ഇതിലത്തെ 2 മാർക്സ് പഠിച്ച് അവസാനിപ്പിക്കാൻ വളരെ ഈസിയാണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അസസി ആരാണ്, അസസി ഇൻ ഡിഫോൾട്ട്, ഡീംഡ് അസസി, അതുപോലെ തന്നെ കാഷ്വൽ ഇൻകം എന്താണ്, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ കുറേ ടേമുകളുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആരാണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, ഡീംഡ് റെസിഡന്റ്, അങ്ങനെയുള്ള ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ കണ്ടീഷൻസ് നോക്കി വയ്ക്കണം. മിക്ക പേപ്പറിലും ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ബേസിക് കണ്ടീഷൻസോ അഡീഷണൽ കണ്ടീഷൻസോ എഴുതാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണ്, മിക്ക പേപ്പറിലും വരുന്നതാണ്. HP നിന്നാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് എന്താണ്, അതുപോലെ തന്നെ MRV മുനിസിപ്പൽ റെന്റൽ വാല്യൂ, അതുപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂ, ഇതൊക്കെ എന്താണ്, ആക്ച്വൽ റെന്റൽ വാല്യൂ എന്താണ്, അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെന്റ് എന്താണ്, ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്, ആനുവൽ വാല്യൂ എന്താണ്, അതുപോലെ തന്നെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ട്രീറ്റ്മെന്റ് അതെങ്ങനെയാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിനിലോട്ട് വരുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ദെൻ ക്യാപിറ്റൽ അസെറ്റ് എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ്, ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ്, ട്രാൻസ്ഫർ എന്താണ്, ദെൻ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താണ്, ഇൻഡെക്സേഷനെ പറ്റിയിട്ട് പലപ്പോഴും ചോദിക്കുന്നതാണ്. PGBPയിലോട്ട് വരുന്ന സമയത്ത് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്താണ്, മിക്ക പേപ്പറിലും വരുന്നതാണ്. ഡിപ്രീസിയേഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. പിന്നെ ആനുവൽ അക്രീഷൻ എന്താണ്. ദെൻ സാലറിയിൽ നിന്നാണെങ്കിൽ എല്ലാ പ്രാവശ്യം പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, ഗ്രാറ്റുവിറ്റി എന്താണ്, അലവൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, എന്റർടൈൻമെന്റ് അലവൻസോ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, അങ്ങനെ അലവൻസിൽ ഏതെങ്കിലും ഒരെണ്ണം. പെർക്വിസിറ്റ് എന്താണ്, PF, അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം മിക്ക പേപ്പറിലും വരുന്നതാണ്. HRA, അതുപോലെ തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. ഗ്രാറ്റുവിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പെൻഷൻ എന്താണ് ചോദിക്കാറുണ്ട്. സാലറിയുടെ ഡിഡക്ഷനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. 16 അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ PGBPയിൽ ബിസിനസ് എന്താണ്, അതുപോലെ തന്നെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് നോക്കണം. വൊക്കേഷൻ എന്താണ് വരാറുണ്ട്. പിന്നെ അതർ സോഴ്സിൽ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്, ഗ്രോസിംഗ് അപ്പ് എന്താണ്, ഗ്രോസിംഗ് അപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, ഗിഫ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ഫാമിലി പെൻഷൻ എന്താണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്, നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ 2 മാർക്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 5 എണ്ണം കിട്ടാൻ ഒരു പാടുമില്ല. നിങ്ങൾ മൊത്തം ആ ഒരു ഹെഡ് പഠിച്ചു കഴിയാത്തവരാണെങ്കിലും ഇതിന്റെ തിയറി 2 മാർക്സ് പിക്ക് ചെയ്ത് ഈസി ആയിട്ടുള്ളത് പഠിച്ച് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 5 എണ്ണം കിട്ടും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തന്നെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു 5-6 എണ്ണം ഇതിൽ നിന്ന് കിട്ടിയാൽ, ഒരു മിനിമം ഒരു 12 മാർക്ക് കിട്ടിയാൽ തന്നെ എസ്സേയും ഇതും കൂടിയിട്ട് നമുക്ക് 22-നേക്കാൾ കൂടുതൽ അവിടെ വന്നു. ഇതിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് നമുക്ക് പാർട്ട് ബിയിലും വരാം. ഇപ്പോൾ എക്സംഷൻസ് ടു ദി ജനറൽ റൂൾ ഓഫ് പ്രീവിയസ് ഇയർ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം, ഇൻസിഡൻസ് ഓഫ് ടാക്സ്, HP-യുടെ പ്രോബ്ലം, ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രോബ്ലം, മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ് അതൊക്കെ. പിന്നെ ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷനോ, HR-യുടെ കാൽക്കുലേഷനോ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷനോ പ്രോബ്ലം. തിയറിയിൽ നേരത്തെ പറഞ്ഞ എക്സംപ്റ്റഡ് ഇൻകംസിൻ്റെ തിയറി ഇവിടെ കയറി വരാറുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ തിയറി വരാറുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ ഒരു പ്രോബ്ലം PGBPയിൽ നിന്ന്. സോ അങ്ങനെ നമ്മൾ പാർട്ട് എയിലോട്ടും പാർട്ട് സിയിലോട്ടും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെയുള്ള പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒന്നും പഠിച്ചു കഴിയാത്ത കുട്ടികളാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി, എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ട് സിയിലത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പാർട്ട് എയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് 25 മാർക്ക് വരെ നമുക്കതിലുണ്ട്, അതിലോട്ട് മാക്സിമം എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനുള്ള സാധ്യത കൂടുതലാണ്. 2 മാർക്സിന്റെ പരമാവധി അടിക്കാൻ ശ്രമിക്കുക. എസ്സേ അറിയുന്ന പോലെ ചെയ്ത് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക, ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമെങ്കിൽ നിങ്ങൾ ടാക്സിൽ പാസ്സായിരിക്കും, നിങ്ങൾ വറി ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മാർക്സ് നമ്മുടെ പിടിവള്ളിയാണ് ടാക്സ് എക്സാമിന്. എല്ലാതും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് 2 മാർക്സിന് വരാറ്. 5 ഹെഡിൽ നിന്നും ഏതൊക്കെയാണ് വരാന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ നോക്കാം. നിങ്ങൾക്ക് ഈ 10-12 അല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ഒന്ന് വിചാരിച്ചാൽ കിട്ടും. ഒരു 20 മാർക്കിൻ്റെ അടുത്തൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, 10 എണ്ണമൊക്കെ ശരിയാവാണെങ്കിൽ പിന്നെ പുഷ്പ പോലെ നിങ്ങൾ പാസ്സായിരുന്നേ. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. then ഓൾറെഡി തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നന്നായി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് 90% അപ്പോൾ സ്കോർ ചെയ്യാൻ നിർബന്ധമായും പറ്റും. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.